അയ്യോ സച്ചി, സച്ചി കണ്ണോർക്ക് സച്ചി, സച്ചി അയ്യോ എന്റെ ഈശ്വര സച്ചി. എന്തേ കാണിച്ചേ? അർച്ചന, ഞാൻ നിന്റെ സച്ചിയേട്ടൻ. അർച്ചന, അർച്ചന. മോളെ കണ്ടില്ലേ ഗോകുൽ, അയാളെ പൂജ മുടക്കി. നിനക്ക് മനസ്സിലായില്ലേ? സച്ചിയേട്ടൻ. ഏത് സച്ചി? ഏത് അർച്ചന? ഞാൻ സമൃദ്ധയാ. അർച്ചന, അർച്ചന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ സമൃദ്ധയല്ല, എന്റെ ഭാര്യ അർച്ചനയാ. നിനക്കൊന്നും ഓർമ്മയില്ലേ? അർച്ചന, 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 ഞാൻ സച്ചേട്ടനാ. നിനക്ക് എന്നെ അറിയില്ലേ? എന്താ അർച്ചന ഭ്രാന്തായി കാണിക്കുന്നത്? അർച്ചന, പൂജ മുടക്കിയത് പോരാ. അർച്ചന, ഇങ്ങോട്ട് വാ. അർച്ചന, അർച്ചന, എന്റെ ഭാര്യ അർച്ചന. ഞാൻ സച്ചിയാ. സാറേ, ഇതെന്റെ അർച്ചനയാ. സാറേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഇതെന്റെ അർച്ചനയാ. അർച്ചന, ഇതെന്റെ ഭാര്യ അർച്ചനയാ. അർച്ചന, അർച്ചന. പൂജ മുടക്കാൻ ആരാളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? അർച്ചന, 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 നിനക്കൊന്നും ഓർമ്മയില്ലേ? ഞാനൊരു സച്ചേട്ടനാ. ഇയാളാ സ്ത്രീയെ കയറി പിടിച്ചത് കണ്ടില്ലേ? പിടിച്ച് പോലീസിലേപ്പിക്കണം. എത്ര കഷ്ടപ്പെട്ട ഈ പൂജ ഇത്ര ആക്കിയെന്ന് എനിക്കറിയോ? താങ്കളെ നശിപ്പിച്ചില്ലേ? സാറേ, എന്റെ അർച്ചന, എന്റെ ഭാര്യ അർച്ചന. ഇത് അർച്ചന. ഞാൻ പറയുന്നത് സത്യമാ. ഇതെന്റെ ഭാര്യ അർച്ചനയാ. അർച്ചന, അർച്ചന, ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്റെ സച്ചേട്ടനാ. അർച്ചന, ഒന്ന് ഓർത്തു നോക്ക്. അർച്ചന, അർച്ചന, അങ്ങോട്ട്. അർച്ചന. അർച്ചന, ഞാൻ നിന്റെ സച്ചേട്ടനാ. അർച്ചന, പറയുന്നത് മനസ്സിലാക്ക്. അർച്ചന, സാറേ, സാറേ, എന്റെ അർച്ചന. അതെന്റെ അർച്ചനയാ. അർച്ചന, അർച്ചന. അർച്ചന, 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 പറഞ്ഞു. സച്ചി, 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 അർച്ചന, മാറണോ? സച്ചി, സച്ചി, അർച്ചന, സച്ചി, മാറണോ? അർച്ചന, അർച്ചന, സച്ചി, അർച്ചന, സച്ചി, സച്ചി, അർച്ചന, 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 സച്ചി, അർച്ചന, അർച്ചന. ഗൂഗിൾ, നമുക്ക് പോവാം. സച്ചി, അർച്ചന, അയ്യോ, അയ്യോ. പോലെ അർച്ചന, 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 സച്ചി, അർച്ചന, കാണിക്കുന്നേ പോലെ പോലെ. സച്ചി, അയ്യോ സച്ചി, സച്ചി കണ്ണോർക്ക് സച്ചി, സച്ചി അയ്യോ എന്റെ ഈശ്വര സച്ചി.
ഓക്കെ. ഇതെല്ലാം ദേവിയുടെ പരീക്ഷണം. ഈ കലഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്? ഇവരിൽ സീതയെ തേടി വന്ന രാമനാര്, രാവണനാര്? ഇങ്ങനെ സംഭവിക്കാൻ മാത്രം എന്ത് പിഴവാണ് നമുക്ക് പറ്റിയത്? അമ്മേ, എടോ, സച്ചിയുടെ പ്രശ്നം ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അയാൾ അങ്ങനൊരു മനുഷ്യനാ. ചിലപ്പോഴൊക്കെ അയാളുടെ നിയന്ത്രണം വിട്ടുപോകും. മുൻപ് പലതവണയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1-2 തവണ ഈ പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലും കയറിയിട്ടുണ്ട്. ഇതാണ് ചെറിയ മാനസിക പ്രശ്നം. ഇത് മുഴു ഭ്രാന്ത. അവന്റെ ഭ്രാന്തിന് കൂട്ടു നിൽക്കാനുള്ള ആളാണോ നിന്റെ ഭാര്യ? എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ? വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. എടോ, ഞാൻ പറയുന്നത് കേക്ക്. കഴിഞ്ഞ 10 വർഷമായി അയാൾ ഇങ്ങനെയാ. അയാളുടെ വൈഫിന്റെ പേര് അർച്ചന എന്ന്. ആ സ്ത്രീയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാൾ ജീവിക്കുന്നത്. അയാളുടെ അവസ്ഥ വളരെ ദയനീയവാ. അയാൾ കാരണം പൂജ മുടങ്ങി എന്നുള്ള സത്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ അയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞ 10 വർഷമായി അയാൾ ജീവിക്കുകയല്ല. സത്യം പറഞ്ഞ മരിച്ച് ജീവിക്കുന്ന ഒരാളാ സച്ചി. അയാളുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. നമുക്കതങ്ങ് ക്ഷമിക്കാം. ഇതാണോ ക്ഷമിക്കേണ്ടത്? ഇനി രണ്ടാമത് പൂജ നടത്താൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? അമ്മേ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാൽ ആരുടെയും സമനില തെറ്റിപ്പോവും. ഇവിടുത്തെ ഈ ദൈവികമായ ശക്തിയും അന്തരീക്ഷവും പൂജാ ചടങ്ങുകളിലെ മന്ത്രോച്ചാരണവും അവിടെ കണ്ട നിറങ്ങളും എല്ലാം ഒരു നിമിഷം അയാളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം. അമ്മേ, നമ്മളെപ്പോഴാ വീട്ടിലേക്ക് പോകുന്നേ? നമുക്ക് പോവാം മോളെ, ഇപ്പൊ തന്നെ പോവാം. എന്തായാലും നമുക്ക് ഗുരുജിയോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. വേണ്ട, ഇനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. നമുക്കിപ്പൊ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല.